ഒരേ ഒരു ബൈനറി കമ്പനി. മുഖത്ത് ഒരു എക്സ്പ്രഷനും ഇല്ല, ഫീലിംഗ് അഭിമാനം ഒന്നുമില്ല. ഞാൻ ഭയങ്കര അഭിമാനത്തോട് കൂടിയിട്ടാണ് പറയുന്നത്. അതായത് മനുഷ്യർക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കമ്പനി. അതിന് ബഹുമാനപ്പെട്ട നമ്മുടെ ചെയർമാൻ CA അൻസാർ സാറിനോടും ഈ ഓർഗനൈസേഷൻ ഇങ്ങനെ ലോകമെമ്പാടും എത്തിച്ചിട്ടുള്ള നമ്മുടെ CEO അഡ്വക്കേറ്റ് അഭിലാഷ് തോമസ് സാറിനും ഒരു നന്ദി, നിങ്ങളുടെ ഒരു സ്നേഹം, നിങ്ങളുടെ ഒരു പ്രാർത്ഥന, ഇവരെ മനസ്സ് ഇതുപോലെ തന്നെ നിലനിൽക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയും നിങ്ങൾ ഇന്ന് ചെയ്തിട്ട് വേണം നമ്മൾ ഈ വിവാഹ ഫ്ലെയിം ഇറങ്ങി അടിക്കാൻ. മാർക്കറ്റിൽ ഇറങ്ങി ബിസിനസ് കയറ്റുന്നതും അതല്ലെങ്കിൽ മെഗാ ഷോ ചെയ്യുന്നതും വലിയ ഈവന്റുകളും ആളുകളെ ഞെട്ടിക്കുന്നതും ഷോക്ക് ചെയ്യുന്നതൊന്നും ടീം സുജിത് ഖാന് ഒരു സംഭവമൊന്നുമല്ല. അത് ഇതിന്റെ മുന്നേ തമിഴ്നാട് നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ട്. 12,000 പേരെ പ്രോഗ്രാമിൽ ഇരുത്തി. ആന്ധ്രാപ്രദേശിൽ നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റിൽ നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒരു വലിയ സംഭവമല്ല. പക്ഷെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇനി വരുന്ന ദിവസങ്ങളിൽ 5 വെള്ളിയാഴ്ച കഴിയുമ്പോഴേക്കും ഇവിടെ 600-ാം വീക്കിലേക്ക് വരികയാണ്. എന്നെ കാണുന്ന ആളുകൾ, എന്നെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെങ്കിലും എന്ത് ചെയ്യണം? ഒരു തീരുമാനം എടുക്കണം. 600-ാമത്തെ ആഴ്ച ഓഗസ്റ്റ് 1-ാം തീയതി കട്ട് ഓഫ് വരുമ്പോ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു മൊമെന്റ്സ് ഞാൻ ഉണ്ടാക്കും. അത് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. മേ ബി നിങ്ങളുടെ എന്താ പറയാ ഇൻകം കൂടുതലായിരിക്കും, നല്ലൊരു ഗുഡ് ഇൻകം ആയിരിക്കും. ചില ആളുകളെല്ലാം റാങ്ക് ജമ്പ് ചെയ്യാൻ പോവാണ് ആ ഒരാഴ്ച ഓഗസ്റ്റ് 1-ാം തീയതി. റൂബിയിൽ നിന്നും പേൾ ആവുന്നു, പേളിൽ നിന്നും എമറാൾഡ് ആവുന്നു. ചില ആളുകളെല്ലാം മൊബൈൽ ഫോൺ എടുക്കാനുള്ള പ്ലാനിങ് ഉണ്ട്, ഐഫോൺ എടുക്കാനുള്ള പ്ലാനിങ് ഉണ്ട്. ചില മനുഷ്യന്മാരെല്ലാം കാറ് മേടിക്കാൻ വേണ്ടിയിട്ട് പ്ലാനിങ് ആണ്. ഈ മഴയത്ത് നടന്നു മടുത്തു, ഇനി ഒരു കാറ് മേടിക്കാം, അത് 600-ാം വീക്കിൽ മേടിക്കാം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. അങ്ങനെ ഓരോ തീരുമാനങ്ങളാണ്. എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാവരും ഒരു തീരുമാനം എടുക്കണം. 600 വീക്ക് നിങ്ങൾക്കൊരു മെമ്മറബിൾ വീക്കായിട്ട് മാറും. ആ തീരുമാനം നിങ്ങൾ ആദ്യം എടുക്കണം. ആ തീരുമാനം എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഓർഗനൈസേഷന്റെ ഉത്തരവാദിത്വം കൂടി നമ്മൾ ഏറ്റെടുക്കണം. ഓർഗനൈസേഷന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആളുകളെയൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. അവരെല്ലാം വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. യെസ് ഓർ നോ?